ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പനങ്കിഴങ്ങ് പുഴുങ്ങിയതാണ്. നമ്മുടെ പനം തേങ്ങ മുളച്ചുണ്ടാവണ കൂമ്പ് എടുത്ത് ആണ് പുഴുങ്ങുന്നത്. ഇത് പാലക്കാട് സൈഡിലും ഇവിടെ തമിഴ്നാട്ടിലും നല്ലോണം കിട്ടുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരൊന്നും കിട്ടുന്നില്ല കേട്ടോ. എനിക്കും ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുഴുങ്ങി കഴിക്കുമ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇരിക്കും. അതിൻ്റെ പുറംഭാഗമൊക്കെ ഇങ്ങനെ ഇരിക്കും. ആദ്യം ഒന്ന് നമുക്കത് തൊലി പൊളിച്ച് നന്നാക്കിയെടുക്കണം. ഇത് ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതെന്നൊക്കെ പറയണത്, നല്ലോണം ഫൈബർ ഉണ്ട്. ഇതെനിക്ക് തന്നത് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന പാലക്കാട്ടുകാരാണ്. അവർ ഈറോഡിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് നന്നാക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ഈ ഭാഗം, അടിഭാഗം ഒന്ന് പൊളിച്ച് കളയാം. നന്നായിട്ട് തോല് ഊരിക്കളയാം. നന്നായിട്ട് ഇതേപോലെയാണ് നന്നാക്കുക ആദ്യം. അതിന് ശേഷം നമുക്കത് മുറിച്ച് എടുക്കാം. അപ്പോൾ ആദ്യം എല്ലാത്തിൻ്റെയും തൊലി കളയാം. ഇങ്ങനെ അടിഭാഗം മുറിച്ച് കളഞ്ഞിട്ട് തോല് നല്ലോണം കളയണം. മോൾ ഭാഗത്തെ നല്ലോണം കളഞ്ഞിട്ട് നമുക്ക് അത് മുറിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു പകുതി കഷ്ണമാക്കുക. എന്നിട്ട് അതിൻ്റെ നാരെല്ലാം മോൾ ഭാഗത്തെ നാരൊക്കെ വലിച്ച് കളഞ്ഞിട്ട് അതിനെ നമുക്ക് 2 കഷ്ണമാക്കി എടുക്കാം. ഏറ്റവും മോൾ ഭാഗം എടുക്കണ്ട കേട്ടോ, അത് കുറച്ച് മൂത്തിരിക്കും. അപ്പോൾ നമുക്ക് ഈ കഷ്ണത്തിൻ്റെ ഒരു പകുതി എടുക്കാം. അപ്പോൾ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയുക. അത് മൂത്തിരിക്കും. നമുക്ക് ഈ ഭാഗത്തുനിന്ന് പകുതി ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാത്രത്തിനനുസരിച്ച് ചെറുതാക്കി വലുതാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മുറിച്ചെടുത്തത്. ഇനി എല്ലാ പനങ്കിഴങ്ങും നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 8 വിസിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം നല്ലോണം അതിൻ്റെ മോൾ ഭാഗത്തെ തോലെല്ലാം ഊരിക്കളയണം. കത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് എടുത്ത് കളയുക. അപ്പോൾ എല്ലാ പനങ്കിഴങ്ങും ഇതേപോലെ നന്നാക്കി എടുക്കുക. അതിന് ശേഷം നമുക്കിത് നല്ലോണം വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമുക്കിത് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 8 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ മോൾ ഭാഗത്ത് വെള്ളം നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മോൾ ഭാഗം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് മീഡിയത്തിൽ വയ്ക്കണം കേട്ടോ. തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊരു 8 വിസിൽ വരെ വേവിച്ചെടുക്കണം. എന്നാലേ അത് വേവുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 8 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 8 വിസിലാവട്ടെ. അപ്പോൾ കുക്കറിൽ 8 വിസിൽ അടിച്ചു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പാത്രത്തിലാണ് വേവിക്കണമെങ്കിൽ ഒരു 20-25 മിനിറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ പ്രഷറെല്ലാം പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ പനങ്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പതുക്കെ നമുക്ക് ഒരു കയ്യിലോണ്ടോ അല്ലെങ്കിൽ പക്കടോണ്ടോ എന്തിനേയും കൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അത് തണുത്തതിന് ശേഷം കഴിക്കുക. അത്രയേ ഉള്ളൂ. നന്നായി വെന്ത് കിട്ടി. ഇനി നമുക്കത് എങ്ങനെയാണ് കഴിക്കാമെന്നതും കൂടി കാണിച്ചു തരാം. ഒന്ന് തണുക്കട്ടെ. അപ്പോൾ പനങ്കിഴങ്ങ് നന്നായി തണുത്തു. അപ്പോൾ നമുക്കത് മുറിച്ച് കഴിക്കാം. അതിനായിട്ട് നമുക്ക് ഒരു കഷ്ണം എടുത്തിട്ട് അത് നെടുകെ കീറിയ അതിൽ കൂമ്പിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും. അത് നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടും. അത് കഴിക്കേണ്ട, അത് കളയാം. പിന്നെ നമുക്ക് വെറുതെ കടിച്ച് കഴിക്കേ വേണ്ടൂ. നല്ല ടേസ്റ്റാണ്. നല്ലോണം ന്യൂട്രിയൻസ് ഉള്ളതാണ്. നല്ല ഫൈബർ ഉള്ളതാണ്. കഴിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കനപ്പുണ്ടായിരിക്കും. ഇത് നല്ലൊരു കിഴങ്ങായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് മധുരച്ചേമ്പ് പണ്ട് പുഴുങ്ങി തന്നിരുന്നു അമ്മ. ആ ഒരു സ്വാദാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക്